ഹായ്, എൻ്റെ പേര് ഫസീൽ. നമ്മൾ നേരത്തെ ഉള്ള വീഡിയോകളിൽ സംസാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അറ്റ് പ്രസൻറ്റ് വേൾഡിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ആധുനിക വിദ്യാഭ്യാസം എന്ന് പറയുന്നിടത്ത് അതിൻ്റെ പോരായ്മകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തൊക്കെയാണ് പോരായ്മകൾ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു പൊളിറ്റിക്കൽ ഡിസ്കഷനായി. ഓ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പൊളിറ്റിക്സ് നിങ്ങളുടെ ജീവിതത്തെ ഡയറക്റ്റ് ബാധിക്കുന്നു, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്നു. പൊളിറ്റിക്കൽ ഡിസിഷൻ നമ്മളുടെ ജീവിതത്തെ എങ്ങനെയെങ്കിലും അതൊന്ന് ബാധിക്കും. ഇപ്പോൾ ചില കാര്യങ്ങളിൽ പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ പോളിസീസ് അധികവും പൊളിറ്റീഷ്യൻസ് ആണ് അല്ലെങ്കിൽ ലോ മേക്കേഴ്സ് ആണ് ഉണ്ടാക്കുക എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ഒരു ലോ മേക്കർ ഒരു 3-4 വർഷം മുമ്പ്, എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല, ഒരു 3-4 വർഷം മുമ്പ് സെക്ഷൽ എഡ്യൂക്കേഷൻ്റെ ഇംപ്ലിമെൻറ്റേഷനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ഏറ്റവും കൂടുതൽ ട്രോള് വാങ്ങുകയും ചെയ്തത്, അതായത് സെക്ഷൽ എഡ്യൂക്കേഷൻ എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ സമൂഹത്തിന് ഇപ്പോഴും ഇല്ല. അത് സെക്ഷൽ എഡ്യൂക്കേഷൻ വേണോ വേണ്ടയോ എന്നുള്ളതൊക്കെ വേറൊരു ഘട്ടമാണ്. ചില കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചേ മതിയാവും. ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഡ്രൈവിംഗ് റൂൾ അല്ലെങ്കിൽ ട്രാഫിക് റൂളുകൾ ഇപ്പോഴും നമ്മൾക്ക് അറിയില്ല. ഒരു പൊതുജനം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അറിയില്ല. എവിടെ ലൈൻ ചേഞ്ച് ചെയ്യാം, എവിടെ യൂ ടേൺ എടുക്കേണ്ടത്, എവിടെ പാർക്കിംഗ് ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള പല സംഗതികളുമുണ്ട്. അപ്പോൾ അതൊന്നും ആർക്കും അറിയുന്നില്ല, അതിന് പൊതുജനങ്ങൾക്ക് അറിയുന്നില്ല. ഒരു ഘട്ടം വരെ സീബ്ര ലൈൻ എന്താണെന്ന് എനിക്ക് പോലും അറിയില്ലായിരുന്നു. സീബ്ര ലൈൻ എന്തിനാണ് വരച്ചു വയ്ക്കുന്നതെന്ന് എന്തിനു പോലും അറിയില്ല. അപ്പോൾ ഓരോ സിറ്റികളിൽ ചെന്ന് കഴിഞ്ഞാൽ ആളുകൾ സീബ്ര ലൈനിൽ കൂടെ ക്രോസ് ചെയ്യാൻ നോക്കുന്നുണ്ടാവും. അവരെ വണ്ടികൾ ഹോൺ അടിച്ചിട്ട് അവർ മൈൻഡ് ചെയ്യാതെ കടന്നു പോകുന്നുണ്ടാവും. ഇത് ഒരു ചെറിയൊരു ഉദാഹരണം മാത്രമാണ്. നമ്മളുടെ സിസ്റ്റത്തിൻ്റെ, നമ്മളുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൻ്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമം അല്ലെങ്കിൽ ലോ അത് നെഗ്ലക്ട് ചെയ്തിട്ടാണുള്ളത്. ചില നിയമങ്ങൾ എല്ലാവരും അറിയണം. അപ്പോൾ അത് ഒരു ബാധ്യതയാണ്, ഒരു പൗരൻ്റെ ബാധ്യതയാണ്. നമ്മൾക്ക് കടമകൾ, ഓക്കെ, നമ്മൾ ടാക്സ് പേ ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ പബ്ലിക് പ്ലേസ് ക്ലീൻ ചെയ്യുക, എന്താണ് ഇപ്പോൾ സിവിക് സെൻസ് എന്ന് പറയുന്നത്, പൗരബോധം. അപ്പോൾ അത് ഗവൺമെൻറ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിനും ഒരു ബാധ്യതയുണ്ട്, അത് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. നേരത്തെ ഞാൻ ട്രാഫിക് റൂൾസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള നിയമങ്ങൾ. ഒരാൾക്ക് എപ്പോഴാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്, അറസ്റ്റും കസ്റ്റഡിയും തമ്മിൽ എന്താണ് വ്യത്യാസം, ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് എന്തെല്ലാം നിയമസംരക്ഷണം കിട്ടും. അപ്പോൾ ഒരാളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു എൻക്വയറിക്ക് വിളിച്ചു കഴിഞ്ഞാൽ പോലും സമൂഹത്തിൽ ഭയങ്കര മോശമായിട്ടുള്ള പെരുമാറ്റമാണ് ഉണ്ടാകുക. അത് അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ്. എന്തിനാണ് ലോ പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അറിയുന്നത് വളരെ ചുരുക്കമാണ്. ലോ പഠിക്കുന്നത് അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതായത് LLB അല്ലെങ്കിൽ BL എന്നൊക്കെ പറയുന്ന ഡിഗ്രികൾക്ക് എടുക്കുന്നവർക്ക് മാത്രമാണ് ലോ ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം ഉള്ളത്. ശരിക്കും ഒരു 7ാം ക്ലാസ് കഴിഞ്ഞാൽ തന്നെ ബേസിക് ആയിട്ടുള്ള ലോ, ട്രാഫിക് റൂൾസ്, അല്ലെങ്കിൽ ടാക്സേഷൻ, ഇമ്പോർട്ടൻസ് ഓഫ് ഇൻകം ടാക്സ് പേയ്മെൻറ്റ്, അങ്ങനത്തുള്ള കാര്യങ്ങൾ, പിന്നെ ഇതേപോലുള്ള ബേസിക് ആയിട്ടുള്ള പൗരൻ്റെ അവകാശങ്ങൾ, ഭരണഘടന, ഇതൊക്കെ ഒരു പാഠ്യ വിഷയമാക്കേണ്ടതാണ്. വലിയൊരു ഇതൊക്കെ ആയിട്ടല്ല, ഡീറ്റെയിൽഡ് അല്ല, അറ്റ്ലീസ്റ്റ് മിനിമം എന്തെല്ലാം ഒരു നോളജ് എങ്കിലും ഒരാൾക്ക് ഉണ്ടാവേണ്ടതാണ്. അതൊക്കെ നെഗ്ലക്ട് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ നിങ്ങളിൽ പലർക്കും LLB എടുക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനുള്ള ഹെൽപ്പ് ഞങ്ങൾ ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇപ്പം നിങ്ങളുടെ ജീവിത തിരക്കിനിടയിൽ നിങ്ങൾക്ക് ഉപരിപഠനം നിങ്ങൾക്ക് നടത്താൻ വിട്ടുപോയി, ഡിഗ്രി കഴിഞ്ഞ് ഒരു LLB എടുക്കണമെന്നുണ്ട്, അതിനുള്ള ഫെസിലിറ്റി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഡിസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാം, ഡിസ്റ്റൻ്റ് ആയിട്ട് തന്നെ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് പഠിക്കാം. അങ്ങനെ ആഗ്രഹമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇടുകയാണെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾക്ക്
എഡ്യൂക്കേഷണൽ സിസ്റ്റമായിട്ട് വിയോജിപ്പുണ്ടാവും. എഡ്യൂക്കേഷണൽ സിസ്റ്റമായിട്ട് വിയോജിപ്പുണ്ടാകുമ്പോൾ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക്, വി ആർ നോട്ട് പൊളിറ്റീഷ്യൻസ്, വി ആർ എഡ്യൂക്കേറ്റേഴ്സ് ഓർ ബിസിനസ് പീപ്പിൾ. ഞങ്ങൾക്ക് പോലെ ആളെ ചെയ്യാതെ ഞങ്ങൾക്ക് ബിസിനസ് പഠിക്കാനുള്ളൊരു ഓപ്ഷൻ അത് പൊതുജനത്തിൽ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ അടുത്തുള്ള ആകെയുള്ളൊരു ഓപ്ഷൻ. ഒരു സിസ്റ്റത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാനെന്നുള്ള സ്ട്രെങ്ത് ഒന്നും ഞങ്ങൾക്കില്ല. സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എങ്ങനെ ഒരു പബ്ലിക്കിനെ ഒരു എൻ്റർപ്രീനിയർഷിപ്പിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ഒരു ശ്രമം അതാണ് ഞങ്ങൾ നടത്തി നോക്കുന്നത്. പ്രാക്ടിക്കൽ ലൈഫിൽ എന്തെല്ലാം നിങ്ങൾക്ക് ഗുണം ചെയ്യും, ഒരു ബിസിനസ് മാന് എന്തെല്ലാം ഒരു പ്രാക്ടിക്കൽ ലൈഫിൽ ഗുണം ചെയ്യുന്നു. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ LLB പോലെ ഒരു നിയമം അറിയുന്ന സംരംഭകനും നിയമം അറിയാത്ത സംരംഭകൻ അല്ലെങ്കിൽ ജനറൽ മാനേജർ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. യൂഷ്വലി ആളുകൾ കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു LLB ഡിഗ്രി കിട്ടിക്കഴിഞ്ഞ് അയാൾ കോടതിയിൽ പോകുന്നു, വാദിക്കുന്നു, അങ്ങനെയല്ല. ഒരുപാട് ജോലി സാധ്യതകളും നിങ്ങളുടെ കരിയറിൽ ഗ്രോത്തും വരുന്നൊരു സംഗതിയാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റേഷൻസ്, കോൺട്രാക്റ്റുകൾ, പവർ ഓഫ് അറ്റോർണി, അങ്ങനത്തെ ഉള്ള ഡോക്യുമെൻറ്റ്സ്, ലീഗൽ ഡോക്യുമെൻറ്റ്സ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഒരുപാട് കമ്പനികളിലും ബാങ്കുകളിലും ഒക്കെ ലീഗൽ അഡ്വൈസറായിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നോട്ടറി ആവാം, നിങ്ങൾക്ക് വക്കീൽ തന്നെ ആവാം. അതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ സ്കില്ലുണ്ടെങ്കിൽ ഒരുപാട് ഡോർ ഓപ്പൺ ചെയ്യും. നിങ്ങൾ നിയമം അറിയുന്ന സംരംഭകരാണെങ്കിൽ നിങ്ങൾക്കതിന് ഒരുപാട് വാതിലുകൾ നിങ്ങൾക്ക് തുറന്നു വരും. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയെന്ന് കഴിഞ്ഞാൽ ഈ സീരീസിലെ ഏറ്റവും അവസാന വീഡിയോ ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും നമ്മൾ ആ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കുറ്റം പറഞ്ഞു പോവുകയാണെങ്കിൽ അതിങ്ങനെ പറഞ്ഞു പോകൊണ്ടേയിരിക്കും. ബിസിനസ്സിനെ എങ്ങനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ ഒരു സാധാരണ പൗരനെ ഒരു ഉത്തമ പൗരനാക്കി മാറ്റാൻ വിദ്യാഭ്യാസം പരാജയപ്പെടുന്നത് എന്നുള്ളത് മാത്രമാണ് ഞാനിപ്പോൾ അവതരിപ്പിക്കുന്നതുള്ളൂ. വിദ്യാഭ്യാസം എന്നുള്ളത് സ്കൂളുകളിലോ കോളേജിലോ ഒതുങ്ങി നിൽക്കുന്നതാണ് എന്ന് നമുക്ക് എപ്പോഴോ ഒരു ധാരണ വന്നു. ശരിക്കും ഒരു കോളേജ് കഴിഞ്ഞാൽ മാത്രമാണ് ലൈഫിന് തുടങ്ങുന്നത്. ലൈഫിലേക്കുള്ള വിദ്യാഭ്യാസം ഓരോ തവണയും മാറിക്കൊണ്ടിരിക്കുന്നു. ടെക്നോളജി മാറിക്കൊണ്ടിരിക്കണം, ജീവിത സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കണം. അപ്പം അതിനനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തേണ്ട ഓരോ ബാധ്യതയും ഒരാൾക്കുണ്ട്. എസ്പെഷ്യലി ഒരു മാർക്കറ്റിങ്ങിൽ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ഫീൽഡ്, IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് നല്ലൊരു ബാധ്യതയുണ്ട്. ഒരു ജോലി തന്നെ പഠിച്ച് ആ ജോലി എൻഡ് വരെയും ഒരു 20-ആം വയസ്സിൽ ഒരു ജോലിക്ക് ജോയിൻ ചെയ്ത് 55 വയസ്സ് വരെ ആ ജോലിയിൽ വർക്ക് ചെയ്ത് റിട്ടയർ പോകുന്നവർക്ക് ഇത് ബാധകമല്ല. എനിക്ക് ജീവിതത്തിൽ ഉയർച്ച വേണം, എൻ്റെ ഈ ജീവിതത്തിൽ കൊണ്ട് ഞാൻ തൃപ്തനല്ല, എനിക്ക് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ജീവിതം വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും പുതിയ നോളജുകൾ, പുതിയ സ്കില്ലുകൾ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം. ആരും പഠനം പൂർത്തിയായവരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബിസിനസ്സിനോടൊപ്പം തന്നെ പഠിച്ചു കൊണ്ടുപോകുന്ന രീതിയിൽ മറ്റുള്ള കോഴ്സുകൾ, അതായത് MBA ആണെങ്കിൽ ഞങ്ങൾ തരുന്ന MBA അല്ല, ഞങ്ങൾ തരുന്ന MBA എന്നുള്ളത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അല്ല. സർട്ടിഫിക്കറ്റ് ഡെഫിനറ്റ്ലി ഞങ്ങൾ ഇഷ്യൂ ചെയ്യും, ഇല്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല. മറ്റുള്ള ബിസിനസ് സ്കൂളുകൾ നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് മാത്രം തരുമ്പോൾ they will provide only just a certificate. We'll provide your life, how to handle your life. ഇതാണ് ഞങ്ങൾ തരുന്നത്. അങ്ങനത്തുള്ള ഇഗ്നോൻ്റെ MBAയോ അല്ലെങ്കിൽ മറ്റുള്ള യൂണിവേഴ്സിറ്റികളുടെ MBAയോ ആണെങ്കിൽ അതിനുള്ള സപ്പോർട്ട് ഞങ്ങൾ തരും ആസ് എൻ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻറ്റ്. ഇത് കഴിഞ്ഞ് നിങ്ങളുടെ വിദ്യാഭ്യാസം കഴിഞ്ഞും ഞങ്ങൾ 2 തരത്തിലുള്ള ആളുകളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന്, ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ. ഇപ്പോൾ ഒരുപാട് 17-18 വയസ്സാകുമ്പോഴത്തേന് ആളുകൾക്ക് ഒരു കരിയർ ഫോക്കസ് വരും. എനിക്കൊരു ജോലിയാണ്, അതോ ഞാൻ ജോലി കൊടുക്കുന്നവനാകണം എന്നൊരു കരിയർ ഫോക്കസ് വരുമ്പോൾ അങ്ങനെയുള്ള ആളുകളെ തന്നെ ഞങ്ങൾ ക്യാച്ച് തമ്മിയാണ്. അവരുടെ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് ബിസിനസ് പോകുന്നതെന്ന് പഠിപ്പിച്ചു കൊടുക്കും, ബിസിനസ്സിൻ്റെ ടെക്നോളജികൾ പഠിപ്പിച്ചു കൊടുക്കും, ഫേസ്ബുക്കിലും ഗൂഗിളിലും ഒക്കെ എങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കും. അവർക്ക് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും മാർക്കറ്റ് ഈസ് നോട്ട് എവറിത്തിങ്, സെയിൽസ് ഈസ് നോട്ട് എവറിത്തിങ്. മാർക്കറ്റിംഗ് ഈസ് ഓൺലി ജസ്റ്റ് വൺ സൈഡ് ഓഫ് ദ ബിസിനസ്. മാർക്കറ്റിംഗ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് സെയിൽസ് വന്നു, സെയിൽസ് കഴിഞ്ഞ് പേയ്മെൻറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമാണ്. പേയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞു, പേയ്മെൻറ്റ് കഴിഞ്ഞാൽ അതിൽ പ്രോഫിറ്റ് ഉണ്ടോ എന്നുള്ള പ്രശ്നമാണ്.
അത് എങ്ങനെ എക്സ്പെൻസസുകൾ മാനേജ് ചെയ്യുകയാണെന്നുള്ളത് പ്രശ്നമാണ്. എക്സ്പെൻസസ് മാനേജ് കഴിഞ്ഞാൽ സെയിൽസ് കുറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഓപ്പറേഷൻ കോസ്റ്റ് നമ്മളുടെ ബഡ്ജറ്റിനുള്ളിൽ നിലനിർത്തുന്നുള്ളത് പ്രശ്നമാണ്. ചില കോസ്റ്റുകളൊന്നും നമ്മൾക്ക് ഉറപ്പായിട്ട് സ്റ്റാറ്റിക് ആയിരിക്കും, അത് ഒരിക്കലും ഇതാക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതിനു മുമ്പ് ഒരു ബിസിനസ്സുകാരൻ്റെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ അതിൽ കുറച്ച് ക്ഷമയും ലോങ് ടേമുമാണ്. ചിലർക്ക് ചെറിയ പക്ഷം മാത്രം മതിയെങ്കിൽ, ചിലർക്ക് നോണെങ്കിൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മാത്രം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രം മതിയെങ്കിൽ അങ്ങനെ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കില്ലെന്ന് പറയുന്നില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ഫീസ് വിൽ ബി അഫോർഡബിൾ. ഞങ്ങൾ അതിൻ്റെ ആപ്പിൻ്റെയും വെബ്സൈറ്റിൻ്റെയും പണിപ്പുരയിലാണ്. വളരെ അടുത്ത് തന്നെ ഞങ്ങൾ ലോഞ്ച് ചെയ്യും. അപ്പോൾ അതിൽ കൂടിയായിരിക്കും ഞങ്ങളുടെ ക്ലാസ്സുകൾ ഉണ്ടാവുക. നിങ്ങളുടെ ഏതെങ്കിലും ക്ലാസ്സുകൾ മിസ് ചെയ്തു, നിങ്ങളൊരു കട നടത്തുന്ന ഒരാളാണ്, ഞങ്ങളൊരു 7 മണിക്കാണ് ഒരു ലൈവ് ക്ലാസ് ഇട്ടത്. അപ്പോൾ ഇതേപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവും, ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടാവും. ടെക്സ്റ്റ് ബുക്കുകൾ ഇംഗ്ലീഷിലാണ് എങ്കിലും നിങ്ങൾക്ക് വേർഡ് ഫോർമാറ്റിലാണ് അത് തരിക. ഈസി ആയിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ അത് ട്രാൻസ്ലേറ്റ് ആക്കി തരും. ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിച്ച് അതിനനുസരിച്ച് ഒരു മാർക്കോ ഒന്നും കൊണ്ടല്ല നമ്മളുടെ ജീവിതം നിൽക്കുന്നത്. നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെ ബിസിനസ് വളർച്ച ഉണ്ടാകുമെന്ന് ഒരു ചിന്തിക്കുന്നതാണ്. സെൽഫ് എംപ്ലോയിഡ് ആൻഡ് എൻ എൻ്റർപ്രീനിയർ ബോത്ത് ആർ ഡിഫറൻസ്. സെൽഫ് എംപ്ലോയിഡ് എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ഗ്രോസറി സ്റ്റോറിലാണ് തുടങ്ങി, രാവിലെ മുതൽ അവിടെ തന്നെ വർക്ക് ചെയ്യുന്നു, വൈകുന്നേരം വന്ന് വീട്ടിൽ കിടക്കുന്നു. അയാൾക്ക് ജീവിതത്തിൽ പുരോഗമനത്തെക്കുറിച്ച് ആൾ ചിന്തിക്കില്ല. ഈ ഗ്രോസറി സ്റ്റോറിന് എപ്പോൾ ഒരാൾ സൂപ്പർ മാർക്കറ്റാക്കി വളർത്തുന്നതെന്ന് ചിന്തിക്കണം. ആ ചിന്തിക്കുന്ന പോയിന്റിൽ അവൻ എൻ്റർപ്രീനിയറായി. നമ്മൾ എൻ്റർപ്രീനിയർ ഉണ്ടാക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അതിനുവേണ്ടിയുള്ള ശ്രമം തുടരുകയും ചെയ്യും. നിങ്ങൾ കൂടെ ഉണ്ടാവണം. എല്ലാ ഭാവങ്ങളും നിങ്ങൾക്ക് നേരുന്നു. താങ്ക് യു സോ മച്ച്.